മുത്തുമണീസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. വെള്ളം വെള്ളം സർവത്ര വെള്ളം, കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇൻട്രോയിൽ പറഞ്ഞതുപോലെ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല മുത്തുമണീസ്. രാവിലെ അമ്മ പോയി കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരികയാണ്. കുടിക്കാനും കുളിക്കാനും കഴുകാനും ഒക്കെയാണ് ഈ വെള്ളം കൊണ്ടുവരുന്നത്. ഞങ്ങൾ 3 കിണർ വെട്ടിയതാണ് കേട്ടോ മുത്തുമണീസ്. പക്ഷെ 3 കിണറ്റിലും പാറയാണ്. അതുകൊണ്ട് ഞങ്ങൾ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. ആ സമയം കൊണ്ട് ഞാൻ ബാക്കി ജോലികളൊക്കെ ചെയ്യും കേട്ടോ. ഇതാണ് വെള്ളം. അതായത് ഇപ്പൊ ഈ കൊണ്ടുവയ്ക്കുന്നത് നമുക്ക് തുണി കഴുകാനും ഒക്കെ വേണ്ടിയിട്ടാണ്. നിങ്ങൾ തൊട്ടടുത്തുനിന്ന് ഒരു കിണറ്റിന് വെള്ളം കോരുന്നുണ്ട്. പക്ഷെ ആ വെള്ളത്തിന്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ഇത് ഞങ്ങൾ ജസ്റ്റ് ചെടിക്ക് ഒഴിക്കാനും പിന്നെ ബാത്റൂമിൽ ഒഴിക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് തൊട്ടടുത്തുള്ളൊരു കിണറ്റിന്നാണ് കേട്ടോ ഈ വെള്ളം കോരുന്നത്. ഇത് കുടിക്കാനൊന്നും കൊള്ളത്തില്ല. പക്ഷെ അല്ലാതെ വീട്ടാവശ്യങ്ങൾ നല്ല ചെടിക്കൊഴിക്കാനോ അല്ലെങ്കിൽ ബാത്റൂമിൽ ഒഴിക്കാനോ അങ്ങനെയൊക്കെ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ആ കിണറൊന്ന് ഇറച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ കിണറൊന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കുടിക്കാനും ഒക്കെ ആ വെള്ളം യൂസ് ചെയ്യാലോ എന്ന്. ഇപ്പം വീട്ടാവശ്യത്തിന് കോരുന്നത് കുറച്ച് അകലെ നിന്നാണ്. അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ആ കിണർ ഇറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചേട്ടന്മാര് വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. നല്ല വെയിലുണ്ട്. അപ്പം വീട്ടിന്റെ അടുത്തുനിന്ന് എത്ര ദൂരമുണ്ടെന്നുള്ളത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് വശം. ഇവിടെ നിന്ന് റോഡിൽ കൂടെ നടന്നു പോകുമ്പോഴത്തേക്ക് എത്രത്തോളം ദൂരം വരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ഞാൻ ചെറിയൊരു സ്പീഡിലാണ് നടക്കുന്നത്. അത് ഈ ക്യാമറയുടെ ചലനം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ നിന്ന് അങ്ങ് അറ്റത്ത് ആ വളവ് കഴിയുമ്പോഴത്തേക്കും അവിടെയാണ് കിണർ. ഇനി ഈ റോഡ് നേരി അങ്ങ് ഒരുപാട് പോകണം കേട്ടോ. ഞങ്ങൾ ഇപ്പം വെള്ളം കോരുന്നിടം. അപ്പൊ അത് നമുക്ക് നല്ല ലോങ് ആണ്. ഡെയിലി പോയി വെള്ളം കൊണ്ട് വരുമ്പോഴത്തേക്കും അമ്മയ്ക്കും ഒരു വല്ലാത്ത ശാരീരിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വളവ് കഴിയുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് പേര് കൂട്ടം കൂടി നിൽക്കുന്നതാണ്. അവിടെയാണ് സ്ഥലം. അപ്പം കിണർ അവിടെയാണ്. ഇവിടെ നിന്ന് റൈറ്റിലോട്ട് കയറണം. ഈ കാണുന്ന റോഡ് നേരെ അങ്ങ് ഒത്തിരി പോകണം. നമ്മളിപ്പം ഓൾറെഡി വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഇവിടെ ഇപ്പം ഈ റോഡ് നേരെ കുറെ പോണം കേട്ടോ. ഇതാകുമ്പോ നമുക്ക് കുറച്ചുകൂടി അടുത്താണ്. പിന്നെ അധികം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പം കിണറ്റില് ഇതാണ് ഇപ്പൊ ഇവിടുത്തെ സ്ഥിതി. ഞങ്ങൾ ഇവിടുന്ന് വെള്ളം കോരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. ഞങ്ങൾ ബാത്റൂമിൽ യൂസ് ചെയ്യാനും പിന്നെ ചെടിക്ക് ഒഴിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കോരുന്നത്. ഇതിനകത്ത് ഏകദേശം ഇത്രയും ആഴമുണ്ട്. ഇതിലിപ്പം വെള്ളം കുറച്ച് കിടപ്പുണ്ട്. ഉപയോഗിക്കാതെയൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് അതിൻ്റെതായൊരു വൃത്തികേടുണ്ട് ഈ കിണറ്റിന്. അപ്പം ജസ്റ്റ് ഒന്ന് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഒന്ന് വൃത്തിയാക്കി എടുക്കാം എന്നുള്ള ഒരു പ്ലാനിലാണ്. എത്രത്തോളം എങ്ങനെ വരുന്നെന്നുള്ളത് ഇനി കണ്ടറിയാം. ഇതിന്റെ തൂണും ഒക്കെ കണ്ടില്ലേ കിണറ്റിന്റെ. ഏതാണ്ടേക്ക് പൊളിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ്. എങ്കിലും ഇതിൽ നിന്നാണ് ഇപ്പൊ ഞങ്ങൾ ജസ്റ്റ് വെള്ളം കോരുന്നത്. ഇപ്പം ഈ ചേട്ടന്മാര് വെള്ളം കോരി വറ്റിച്ചിട്ട് വൃത്തിയാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മുത്തുമണികളും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മുത്തുമണികളും ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനേ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇവിടെ കാണുന്നു അവസാനം പിന്നെ
ഇനി ഇറച്ചതിന് ശേഷം അതിലുള്ള വെള്ളം വറ്റിപ്പോകുന്നുള്ളത് അറിയത്തില്ല കേട്ടോ. ഇപ്പം നല്ല വേനൽ സമയമല്ലേ, ചൂടും വെയിലും ഒക്കെ ആയതുകൊണ്ട് ഇപ്പൊ ഒരുപാട് നമ്മളിപ്പോ കോരുന്ന സ്ഥലത്തും വെള്ളം കുറച്ച് ലേശം കുറവാണ്. അപ്പം ഇത് ഇറച്ച് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയാവും എന്നുള്ളത് അറിയത്തില്ല. എന്നാലും ഞങ്ങള് ഇറച്ചതിന് ശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് കോരുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ആകുമെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും നോക്കാം. അതാ വെള്ളമൊക്കെ കോരി ഇവര് ഇപ്പൊ ഓൾറെഡി ഇതിൽ കിടക്കുന്ന വെള്ളം കോരി കളയാണ്. അപ്പം ഇങ്ങനെ അവിടെ ഇരുന്ന് ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ കുറച്ച് അത്യാവശ്യം കുറച്ച് പാത്രങ്ങൾ കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോരി കളയുന്ന വെള്ളം നമുക്ക് ചെടിക്കൊഴിക്കാനും ബാക്കി എന്തിനെങ്കിലൊക്കെ എടുക്കാമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഓടിപ്പോയി കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അത് കൊടുത്തു. അപ്പം ഇവരിപ്പോ ഈ കിട്ടുന്ന വെള്ളമൊക്കെ വേസ്റ്റ് ആക്കി കളയുമല്ലേ. അപ്പം എന്തായാലും ചെടിക്ക് ഒഴിക്കുകയോ അങ്ങനെ വേറെ എന്തെങ്കിലും ചെയ്യാനും പറഞ്ഞ് ഞാൻ കുറച്ച് പാത്രങ്ങൾ, കുറച്ച് 2 കലവും പിന്നെ ഒരു ബക്കറ്റും ഒക്കെ കൊണ്ടു കൊടുത്തു. അപ്പൊ അവര് ബാക്കി പിന്നെ അതിനുശേഷം കോരി വെള്ളങ്ങളൊക്കെ അവർ അതിനകത്ത് ഒഴിച്ചു. വെള്ളമില്ലാതെ എന്ത് ചെയ്യാനാ മുത്തുമണീസ അല്ലേ? വെള്ളമില്ലെങ്കിൽ ഒന്നിനും പറ്റില്ല. ഞങ്ങൾ പണ്ട് മുതലേ വെള്ളം കോരിയാണ് കേട്ടോ. പണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുതിലെ മുതലേ, എനിക്കറിയാവുന്ന നാള് മുതലേ ഞങ്ങൾ വെള്ളം കോരി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് അമ്മയുടെ കുടുംബ വീട് കുറെ അങ്ങ് താഴെ പോകണം, നല്ല ദൂരമുണ്ട്. അവിടെ പോയി കോരിക്കൊണ്ട് വന്നാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഈ പറയുന്നത് പോലെ പീരിയഡ്സ് ഒക്കെ ആയി കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മുത്തുമണി, വെള്ളത്തിന്റെ ഒരു ക്ഷാമം കരുതിയോ. പീരിയഡ്സ് ഒക്കെ ആയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്. പിന്നെ എൻ്റെ വീട്ടിൽ കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് അതിനും വലിയ ബുദ്ധിമുട്ടാണ്. അതായത് പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പറ്റത്തില്ല. പിന്നെ 4-5 ദിവസം കഴിയാതെ വെള്ളം കോരാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള കുറെ ഇതായത് കൊണ്ട് നമുക്കിപ്പോൾ പീരിയഡ്സ് ഒക്കെ ആയി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളുടെ ഹെൽപ്പ് വേണം. വെള്ളമൊക്കെ ഈ കിണറ്റിൽ നിന്ന് കോരി എടുക്കാനൊക്കെ ആയിട്ട് ആരുടെയെങ്കിലും ഹെൽപ്പ് വേണം. ഇല്ലാതെ ഞങ്ങൾക്ക് ഇപ്പം തനിയെ ചെന്ന് വെള്ളം കോരാനോ അങ്ങനെയൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെ കുറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വെള്ളത്തിന് നല്ലതുപോലെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ക്യാഷ് കൊടുത്ത് വെള്ളം വാങ്ങാന്ന് വെച്ചാലും എത്രയെന്നും പറഞ്ഞ വെള്ളം ഞങ്ങൾ വാങ്ങുന്നത്. ഇപ്പൊ തന്നെ നല്ല ഈ പറ്റി കാലാവസ്ഥ എടുത്ത് വെച്ചിട്ട് ഇപ്പൊ വെള്ളത്തിനൊക്കെ നല്ല വിലയാണ്. അപ്പം ഡെയിലി ക്യാഷ് കൊടുത്ത് വെള്ളം മേടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇപ്പൊ എന്തായാലും എന്റെ ഫാമിലിക്ക് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ കിണറൊന്ന്, അതായത് ഇതിന്റെ ഉടമസ്ഥനോട് ചോദിച്ചപ്പോഴത്തേക്ക് അവര് പറഞ്ഞു, അവര് കുറച്ച് അകലെയാണ് താമസിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു സാരമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അത് വൃത്തിയാക്കി യൂസ് ചെയ്തോളൂ, ഞങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഈ കിണറൊന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാല് ഞങ്ങൾക്ക് അധികം വേറെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിന് വെള്ളം കോരാൻ പറ്റുമല്ലോ. ഞങ്ങൾ പല വീടുകളിലും വെള്ളം കോരാൻ പോവായിരുന്നു കേട്ടോ. അപ്പം അവർക്കും അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വെള്ളം കോരുമ്പോഴത്തേക്ക് കിണറ്റിലെ വെള്ളം വറ്റിപ്പോകുന്നു, അല്ലെങ്കിൽ തീർന്നു പോകും. ഇപ്പൊ ഈ ഉണക്ക് സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്കും വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് തന്നെ പിന്നെ ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട് പലയിടത്തും പോയി വെള്ളം കോരുമ്പോഴത്തേക്ക്. ഇപ്പൊ അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇപ്പൊ കിണറൊക്കെ അവർ ഒരുവിധം വെള്ളമൊക്കെ കോരി വറ്റിച്ച് അതിനകത്ത് കിടന്ന് വേസ്റ്റും ഒക്കെ വാരി പുറത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഒരുവിധം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ വൃത്തിയാക്കി തന്നിട്ടുണ്ട്. ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കിണറ്റിനകത്തുനിന്ന്. ചെളിയും കുറെ ചവറുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അവർ വാരിയിട്ടു. പിന്നെ അതിനുശേഷമുള്ള ഫൈനലുള്ള ഒരു ഇതാണ് കേട്ടോ ഈ കാണിക്കുന്നത്. കുറച്ച് ലേശം വെള്ളം അതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട് മുത്തുമണീസ്, നമ്മുടെ ശുണ്ടാപ്പി പ്രസവിച്ചിരിക്കുകയാണ്. അവളുടെ മോളാണ് കേട്ടോ ഇത്. ശുണ്ടാപ്പിയുടെ മോക്ക് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് സുലോപ്പി എന്നാണ്. അപ്പൊ അവളെ അമ്മ കുളിപ്പിക്കുകയാണ്. അപ്പം കുളിപ്പിച്ചൊന്ന് വൃത്തിയാകാൻ, മൊത്തം വൃത്തികേടായി ചാണകമൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അവളെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി എടുക്കുവാണ്. അവളെ ഒന്ന് സുന്ദരിയാക്കി എടുക്കാന്ന് കരുതി. കിണർ വൃത്തിയാക്കിയത് കൊണ്ട് ഇനി അതിനകത്ത് പട്ടിയോ പൂച്ചയോ ഒന്നും ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ടാർപ്പ വെച്ച് മറയ്ക്കാന്ന് കരുതി. അപ്പം അത് മേടിക്കാൻ പോകാനായിട്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതിനുശേഷമുള്ള കുറെ കോഷ്ടികളാണ് ഈ കാണിക്കുന്നത്. ഇനി എന്റെ കുറെ കലാപരിപാടിയും കോഷ്ടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വിട്ടുപിടിച്ചു. അവിടെ ജംഗ്ഷനിൽ വണ്ടി കൊണ്ടുവച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് കൊല്ലപ്പൂ പോലെ മുന്നിൽ കാറ്റിലാടിയാടി നിൽക്കും മേഘത്തിൻ ചന്തം നീ
അതാ ഞാൻ കടയുടെ ഫ്രണ്ടിലെത്തി. അതാ ഇതാണ് കേട്ടോ കട. ഈ ഷോപ്പിലെ എല്ലാം ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല, എല്ലാം ഉണ്ട്. മുത്തുപടീസ, ജൂല്, പിന്നെ എന്തൊക്കെ കുറെ സാധനങ്ങൾ. എനിക്കറിയത്തില്ല, കുറെ സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഇഷ്ടമാതിരി സാധനങ്ങളുണ്ട്. അവിടെ ഇതാ 2 ടൈപ്പ് ടാർപ്പ ഉണ്ടായിരുന്നു കേട്ടോ. ബ്ലൂ കളറും ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബ്ലാക്ക് കളറും ഉണ്ടായിരുന്നു. ഞാൻ ബ്ലാക്ക് ആണ് മേടിച്ചത്. രണ്ടിനും സെപ്പറേറ്റ് റേറ്റ് വ്യത്യാസമുണ്ട്. അപ്പൊ തന്നെ ഞാൻ ബ്ലാക്ക് മേടിച്ച് തട്ടി വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. ഇതാണ് ഞാൻ മേടിച്ച ടാർപ്പ. പിന്നെ അവിടെ നേരെ ഞാൻ ജംഗ്ഷനിൽ വെച്ച് പിടിച്ചു. പിന്നെ എനിക്ക് മാർക്കറ്റിൽ ഒന്ന് കയറണമായിരുന്നു. മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പൊ മാർക്കറ്റിൽ കയറി. മാർക്കറ്റിൽ ഞാൻ വന്നപ്പോഴത്തേക്കും വലിയ തിരക്കില്ല, പക്ഷെ സാധാരണ ഇവിടെ എന്നും തിരക്കാണ്. ഇന്നിപ്പോ നോക്കിയപ്പോഴത്തേക്കും വലിയ തിരക്കില്ല. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഉഷാറായിട്ട് നല്ല പോസിറ്റീവ് എനർജിയിൽ നിൽക്കുകയാണ് മുത്തുമണി ചന്തയിലുള്ളവരെല്ലാവരും. ഞാൻ എല്ലാവരും പരക്കെ അങ്ങ് എടുത്തു. അപ്പൊ പരക്കെ എടുത്തപ്പോഴത്തേക്കും അവിടെ 2 പേരുന്ന് വാച്ച് ചെയ്യുന്നുണ്ട് എന്തുവാണ് ഞാൻ കാണിക്കുന്നതെന്ന്. അപ്പൊ അതെല്ലാം എടുത്തു. പിന്നെ വരുന്ന വഴിക്ക് ഞാൻ ചുണ്ടാപ്പിക്ക് കുറച്ച് കച്ചില് വാങ്ങി. അപ്പൊ ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് കച്ചില് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കച്ചില് വാങ്ങി. ഞാൻ വീട്ടിലെത്തിയിട്ടുള്ള ഒരു ലുക്കാണിത്. ഭയങ്കര ചൂട്, ഭയങ്കര വെയില്. ഇങ്ങനെ പുറമൊക്കെ പൊള്ളി വാരി അങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. നല്ല ചൂടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മുത്തുമണി. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് തട്ടി വിട്ടോളൂ. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.